എവർക്ക് സ്വാഗതം. നമ്മളെ ഡിഫറൻഷ്യബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറല്ലേ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാരാമെട്രിക് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇന്നിപ്പോൾ നമുക്ക് ലോഗരിതമിക് നോക്കാം. ലോഗരിതമിക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ് എന്നിട്ടുണ്ട്, ഫൈൻഡ് dy ബൈ dx. അപ്പോൾ തന്നിരിക്കുന്നു y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ്. നമുക്ക് dy ബൈ dx കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ലോഗരിതം ഫംഗ്ഷൻ അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇടതുവശവും വലതുവശവും ലോഗ് എടുക്കണം. അപ്പൊ എന്താ എഴുതാനുള്ളത്? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇവിടെ ഇടതുവശം എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് y എന്ന് വരും. വലതുവശമോ ലോഗ് എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് വരും. ഇനി ലോഗ് എക്സ് റൈസ് ടു സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. എങ്ങനെയാ വന്നത്? ലോഗ് എക്സ് റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? എം ലോഗ് എക്സ് എന്നാണ്. അപ്പൊ എമ്മിന് പകരം ഇവിടെ കിടക്കുന്ന സൈൻ എക്സ് അല്ലേ? സൈൻ എക്സ് ലോഗ് എക്സ്. ഇടതുവശം എന്ത് തന്നെ? ലോഗ് y തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇവിടെ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy ബൈ dx. റൈറ്റ് സൈഡ് പ്രോഡക്റ്റ് റൂൾ അവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു എന്തിന്റെ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഓക്കെ, ഇനി ആൻസർ പറഞ്ഞോളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy ബൈ dx അല്ലേ? dy ബൈ dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? y അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ് എന്നാണ് വരുന്നത്. അതിൽ സിംപ്ലിഫിക്കേഷൻ വേണം, ഒന്നുമില്ല. അപ്പൊ ഈ y ഡിവൈഡഡ് ബൈ ആണ് കിടക്കുന്നത്. y അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. yക്ക് പകരം അതിന്റെ വില എന്താ? എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. അപ്പൊ എക്സ് റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു y ഇൻറ്റു എന്ന് എഴുതുന്നതിന് പകരം yയുടെ വാല്യൂ എഴുതി. y ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ്. റൈറ്റ് സൈഡ് ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അത് അതുപോലെ തന്നെ കിടക്കുന്നു. ഇവിടെ ഈ എക്സ് റൈസ് ടു സൈൻ എക്സ് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ കിടന്ന y താഴെയാണ് കിടന്നത്, അപ്പുറത്ത് പോകുമ്പോൾ അത് എന്താവും? മൾട്ടിപ്പിൾ ആവും. അപ്പൊ yക്ക് പകരം അതിന്റെ വാല്യൂ എക്സ് റൈസ് ടു സൈൻ എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy ബൈ dx ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് dy ബൈ dx y റൈസ് ടു x ഈസ് ഈക്വൽ ടു x റൈസ് ടു y. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താ എഴുതാനുള്ളത്? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇടതുവശം ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് y റൈസ് ടു x. റൈറ്റ് സൈഡോ ലോഗ് x റൈസ് ടു y. ഇനി ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് എക്സ് ലോഗ് y. എങ്ങനെയാ വന്നത്? എം ലോഗ് y. അതെ, ഇസ് ഈക്വൽ ടു y ലോഗ് എക്സ്. ഇനി വീണ്ടും പ്രോഡക്റ്റ് റൂൾ തന്നെ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് y. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ dx. എക്സ് അല്ലാതെ എന്ത് വന്നാലും ഒരിക്കൽ കൂടെ ഡെറിവേറ്റീവ് എടുക്കണമെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ആയി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് y ആണ്. ലോഗ് y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. റൈറ്റ് സൈഡോ ഫസ്റ്റ് ഫംഗ്ഷൻ y ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ dx. ഇത്രയും നമ്മൾ ഉത്തരമാണ് എഴുതി പോകുന്നത്. ഒന്നുകൂടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഞാൻ എഴുതിയേക്കണം 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ dx പ്ലസ് ലോഗ് y ഇൻറ്റു അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എക്സ് എത്ര വരും? 1 വരും. അപ്പുറത്തോ ഫസ്റ്റ് ഫംഗ്ഷൻ y ആണ്, അത് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഇവിടെ ഏതാണ്? ലോഗ് എക്സ് ഇൻറ്റു ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്. നമുക്കിവിടെ ഡെറിവേറ്റീവ് dy ബൈ dx ഉള്ള ടൈം ഇതും ഇതുമാണ്. അപ്പൊ അത് രണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. ഇവിടെ ഉള്ള dy ബൈ dx എഴുതിയതിന് ശേഷമാണ് അപ്പുറത്തുനിന്ന് കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവരുന്ന രണ്ടിലും കോമൺ ആയിട്ട് dy ബൈ dx ഉള്ളതുകൊണ്ട് അത് പുറത്തെടുക്കാം. ഇവിടെ നിന്ന് dy ബൈ dx ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ? x ബൈ y എന്നല്ലേ വരുന്നത്? x ബൈ y.
മനസ്സിലായി? അപ്പുറത്ത് നിന്ന് dy/dx ഇങ്ങ് വന്നാൽ പിന്നെ വരുന്നത് എന്താ? മൈനസ് ലോഗ് എക്സ്. ഈ മൈനസ് വന്നത് എങ്ങനെയാ? അപ്പുറത്തുള്ളത് പോസിറ്റീവ് ആണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ നെഗറ്റീവായി. ഓക്കെ, ഇനി ബാക്കി dy/dx ഇല്ലാത്ത ടേം ഇവിടെ എന്തുണ്ട്? y/x ഉണ്ട്, അത് ആദ്യം എഴുതി. y/x ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിൽ എന്താ ഉള്ളത്? ലോഗ് y. അപ്പൊ അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. മനസ്സിലായി? അപ്പൊ dy/dx ഇൻറ്റു x/y. x/y എങ്ങനെ വന്നു? ഈ ടേമിൽ എന്തുണ്ട്? ഈ ടേമിൽ എന്തുണ്ട്? x/y. x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ x ആണ്. x/y ഇൻറ്റു dy/dx ആണ്. അതിങ്ങനെ പുറത്തെടുത്താൽ പിന്നെ വരുന്നു x/y. ഇനി മൈനസ് ലോഗ് എക്സ് വന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ dy/dx ഇവിടെ ഉണ്ട്, അതിന്ന് dy/dx പുറത്തെടുത്തു, പിന്നെ ശേഷിക്കുന്നത് ലോഗ് എക്സ് മാത്രം. അത് ഇപ്പുറത്ത് വന്നപ്പോൾ നെഗറ്റീവായി. ഓക്കെ, ഇനി അവിടെ dy/dx ഇല്ലാതെ നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ y ഇൻറ്റു 1 y/x. ഇവിടെ ഇല്ലാതെ അത് ഏതാ? ലോഗ് y മാത്രം, അതപ്പുറത്ത് പോകും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് dy/dx കണ്ടുപിടിക്കണം. dy/dx കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു, അതിന്റെ കൂടെ ഉള്ളത് കൊണ്ട് മറ്റതിനെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ എന്താ വരുന്നത്? y/x മൈനസ് ലോഗ് y ഡിവൈഡഡ് ബൈ, നമുക്ക് ഡിവൈഡ് ബൈ ഇട്ട് എഴുതാം. ഡിവൈഡഡ് ബൈ എന്ത് വരും? x/y മൈനസ് ലോഗ് എക്സ് എന്ന് വരും. അത് ഏതിന്റെ വില? dy/dx. ഇത് കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കോ, ഇതിന്റെ ഛേദം 1 അല്ലേ? ഇതിന്റെ ഛേദം 1 ആണ്. ഇത് ഫ്രാക്ഷൻ രൂപത്തിൽ ക്രിയ ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് y മൈനസ് എക്സ് ലോഗ് y മൈനസ് എക്സ് ലോഗ് y ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? എക്സ് എന്ന് വരും. അപ്പുറത്തോ ഈ ഭാഗം അതുപോലെ തന്നെ കിടന്നോട്ടെ, ഭാഗമാണ്. അപ്പുറത്ത് എന്ത് വരും? ഇതിന്റെ ഛേദം 1 ഇട്ട് കൊടുത്താൽ ക്രിയ എങ്ങനെ വരും? എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് y ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? y എന്നും വരും. ഓക്കെ, ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ ക്രിയ ചെയ്യും. ഇനി ഈ ഡിവിഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ വരുന്നത് അതുപോലെ തന്നെ, അതായത് y മൈനസ് എക്സ് ലോഗ് y അതുപോലെ എഴുതി, ഡിവൈഡഡ് ബൈ എക്സ് അതുപോലെ എഴുതി, ഇൻറ്റു y മുകളിലും ബാക്കി x മൈനസ് y ലോഗ് എക്സ് താഴെയുമായി വരും. ഇതിന് ഒത്തുകൂടെ സിമ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ y ഇൻറ്റു എങ്ങനെ എഴുതാം? y ഇൻറ്റു സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? y ഇൻറ്റു y മൈനസ് എക്സ് ലോഗ് y ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് y ലോഗ് എക്സ് എന്നും എഴുതാം. ഓക്കെ, എക്സ് ഇൻറ്റു ഇതിന് നമുക്ക് ഓപ്പൺ ചെയ്ത് എഴുതാം. ഓപ്പൺ ചെയ്യുമ്പോൾ എഴുതുന്നത് y² മൈനസ് xy ലോഗ് y, y² മൈനസ് xy ലോഗ് y ഡിവൈഡഡ് ബൈ ഇവിടെ x² മൈനസ് xy ലോഗ് എക്സ് എന്ന് ആൻസർ. ഇത് ഇത്രയും സിംപ്ലിഫിക്കേഷന്റെ ഫലമായി വന്നതാണ്. നമുക്ക് ആൻസർ ഇവിടെ ഇട്ടിരുന്നാലും മതി, 1/2 മാർക്ക് കുറയും സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ. മനസ്സിലായി? ഇവിടെ നോക്കിക്കോ, dy/dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? dy/dxന്റെ കൂടെ ഉള്ള ടൈം കൊണ്ട് മറ്റേതിനെ ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാ വന്നത്. ഇത് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലാണ് ക്രിയ കിടക്കുന്നത്. അപ്പൊ അതിനെ ക്രിയ ചെയ്യുമ്പോൾ y ഇൻറ്റു 1 y ആണ്, മൈനസ് എക്സ് ലോഗ് y, അതാണ് y മൈനസ് എക്സ് ലോഗ് y ഡിവൈഡ് ബൈ എക്സ് എന്ന് എഴുതിയത്. ഡിവൈഡ് ബൈ സൈൻ അതുപോലെ കൊടുത്തു. അടുത്ത വരുന്നത് എക്സ് മൈനസ് y ലോഗ് എക്സ്. പിന്നെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y മുകളിൽ പോകും, മറ്റൊരു താഴെ വരും. നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. y കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ y ഇൻറ്റു y y² y ഇൻറ്റു എക്സ് xy ലോഗ് y, അടുത്തത് x ഇൻറ്റു എക്സ് x² മൈനസ് xy ലോഗ് y. ഓക്കെ.